പയ്യന്നൂർ ചൂളക്കടവ് പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. രാമന്തളി പഞ്ചായത്തിലെ ചൂളക്കടവിനെയും പയ്യൂർ നഗരസഭയിലെ കൊറ്റിക്കടവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ചൂളക്കടവ് പാലം. രാമന്തളി ഗ്രാമപഞ്ചായത്തിനെയും പയ്യന്നൂർ നഗരസഭയും ബന്ധിപ്പിക്കുന്ന ചൂളക്കടവ് പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കണ്ണൂർ ജില്ലയുടെ ടൂറിസം മേഖലയിൽ നിർണായകമായ സ്ഥാനമാണ് രാമന്തളിക്കും പയ്യന്നൂരിനുമുള്ളതെന്ന് റിയാസ് പറഞ്ഞു. 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയിൽ ഓരോ 50 കിലോമീറ്ററും ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകളാണ്. യാത്രക്കാർക്ക് വിശ്രമിക്കാനും സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും ജനങ്ങൾക്കാകെ സമയം ചെലവഴിക്കുവാനും ഒക്കെ 50 കിലോമീറ്റർ ഇടവിട്ട് 12 ഇടങ്ങളിൽ കേന്ദ്രങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. അതിന് ഫണ്ട് കണ്ടെത്തുന്നതും കിഫ്ബി വഴിയാണ്. മലയോര ഹൈവേ കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ. തീരദേശ ഹൈവേ 600 കിലോമീറ്റർ ആണെങ്കിൽ നാഷണൽ ഹൈവേ 600 ജില്ലാ കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ പോകുന്ന 1200 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് കുതിപ്പിന് കാരണമാകുന്ന മലയോര ഹൈവേ. ടി ഐ മധുസൂദൻ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വത്സല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.